ഹലോ ഗൈസ്, അനിമെന്റോ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ വച്ചയുടെ ചാപ്റ്റേഴ്സ് 93ഉം 94ഉം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള മുഹമ്മദ് സ്വാലിഹ് 7137 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് ബ്രോ ഈ സപ്പോർട്ടിന്, താങ്ക്സ് എ ലോട്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ചാപ്റ്റേഴ്സ് എനിക്ക് പറ്റാവുന്നത് പോലെ അത്രയും സ്പീഡായിട്ട് ഇടാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കമന്റ്, ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ല സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുക. എല്ലാവരും കമൻസ് ഇടണം. നിങ്ങളുടെ കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. ഇപ്പോൾ താഴെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാറ്റ്സുക്കി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവൻ മാത്രമേ ഈ ഫൈറ്റിൽ മന്ത്രവിദ്യ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതുവരെ. ഹോക്കുറ്റോ പറഞ്ഞ റൂൾ അനുസരിച്ച് ഈ ഫൈറ്റിൽ മന്ത്രവിദ്യ ഉപയോഗിക്കാമല്ലോ. എന്നിട്ടും എന്താ നിങ്ങൾ ആരും അത് പ്രയോഗിക്കാഞ്ഞതെന്ന് അവനിപ്പോൾ ചോദിക്കുന്നു ഇവരോട്. ഉറുഹ, നീ എന്താ അത് പ്രയോഗിക്കാഞ്ഞത്? അയ്യോ, അത് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നില്ലടാ. 18 വർഷം മന്ത്രശക്തി ഇല്ലായിരുന്നല്ലോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ മനസ്സിലേക്ക് വരാറില്ല. ഹോക്കുറ്റോ ഇപ്പോൾ നാറ്റ്സുക്കിയെ ഒന്നുകൂടെ ചൊറിയുന്നുണ്ട്. അവൻ പറയുന്നു, മന്ത്രശക്തിയും കൂടി ഇതിൽ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻ വെച്ചത് ഞാനാ, സോറി. ആ ഇടിമിന്നലിന്റെ അറ്റാക്ക് ഉപയോഗിക്കാതെ ഫൈറ്റ് ചെയ്യാൻ നിനക്ക് പേടിയായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. എന്താടാ നീ പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ നാറ്റ്സുക്കിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഹോക്കുറ്റോ ഇപ്പോൾ പറയുന്നുണ്ട്, അല്ല അത് പിന്നെ എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം നിന്റെ സോർട്ട് ഫൈറ്റിങ് നല്ല രസമുണ്ട്. ആ കോംപ്ലിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിന്നെയൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ നരകത്തിലേക്ക് പറഞ്ഞയക്കും, അല്ലേ ഉറുഹ? അതേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉറുഹ ഈ 2 ഹിഷാക്കു മെമ്പേഴ്സിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. യൂറ ഇങ്ങനെ വെട്ടൊക്കെ കിട്ടി നിൽക്കുകയാണ്. അയാൾ വലിയ മാസ്റ്റർ സോർട്സ്മാൻ ഒന്നുമല്ല, പക്ഷേ അവന് കായികമായിട്ട് നല്ല ശേഷിയുണ്ട്. മറ്റവനാണെങ്കിൽ നല്ല സ്കിൽഡ് ആണ്, പക്ഷെ അവനവൻ്റെ ഫുള്ള് സ്കില്ലും ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല. അവൻ എതിരാളികളെ ഒറ്റയടിക്കാൻ കൊല്ലണമെന്നല്ല, ഈ ഫൈറ്റ് ഇങ്ങനെ ആസ്വദിക്കണമെന്നാണ് ആഗ്രഹം. അത് വളരെ ക്രീപ്പിയാണ്. ഹോക്കുറ്റോ ഇപ്പോൾ പറയുന്നുണ്ട്, ഫൈറ്റ് നല്ല കിടിലമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല കുറേ ഇഞ്ചുറീസ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? സോ യുവമാരപ്പോൾ സ്കിൽഡ് ആണ്. അതേപോലെ തന്നെ ഇബുക്കിയെയും കുനിഷികയെയും കൊന്നവരാണ്. സോ യുവമാർ എന്തായാലും ഇന്ന് മണ്ണ് തിന്നും എന്ന് ഉറുഹ മനസ്സിൽ പറയുന്നുണ്ട്. ഹോക്കുറ്റോ ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഇഞ്ചുറീസ് ശരിക്കും കിടിലമാണ്. അത് നമുക്കൊരു അഡ്രിനാലിൻ റഷ് തരും. അതേപോലെ തന്നെ നമുക്ക് ഫോക്കസ് കൂട്ടാനും അത് സഹായിക്കും. നമ്മുടെ ഫൈറ്റ് ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മളിൽ ആദ്യത്തെ ആൾ ചാകുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, എന്തേ? യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, ഹോക്കുറ്റോ നിന്റെ ഈ വായ്ത്താളം ഒന്ന് നിർത്തടാ, കുറേ നേരമായില്ലേ ഇപ്പോൾ. ഹോക്കുറ്റോ ആണേലും പറയുന്നുണ്ട്, ഞാൻ നിർത്തി. എന്നിട്ടിപ്പോൾ അവർ 4 പേരും ഫൈറ്റിംഗ് പൊസിഷനിൽ നിൽക്കുകയാണ്. സോ എന്നിട്ടിപ്പോൾ ഉടനെ തന്നെ ഇവർ 4 പേരും പരസ്പരം കറ്റാന വീശി ഫൈറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. യൂറെ ഉറുഹയും തമ്മിൽ ക്ലാഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉറുഹയെ വെട്ടാനായിട്ട് വരുന്ന ഹോക്കുറ്റോയുടെ ആ വാള് ഉറുഹ ഷീത്ത് വെച്ച് തടയുന്നുണ്ട്. നാറ്റ്സുക്കി ആണെങ്കിൽ ഇപ്പോൾ ആ 2 വാളുകൾ കൊണ്ട് യൂറയോടും ഹോക്കുറ്റോയോടും ഫൈറ്റിന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലൈബ്രറിക്കുള്ളിൽ കട്ട ഫൈറ്റ് തന്നെ നടക്കുകയാണ്. അടുത്തത് കമുനാബി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അണ്ടർഗ്രൗണ്ട് ലെവൽ 5. അവിടെ 2 കമുനാബി മെമ്പേഴ്സ് നിൽപ്പുണ്ട്. ഭിത്തി പൊളിച്ചിപ്പോൾ ആരോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആ വരുന്നവന്റെ കയ്യിൽ ഹിഷാക്കുവിന്റെ ഒരു എംബ്ലം ഒരു കമുനാബി മന്ത്രവാദി ശ്രദ്ധിക്കുന്നുണ്ട്. അതിപ്പോൾ ആരാണെന്ന് നോക്കിയാൽ മൊട്ടത്തലയൻ ഹിഷാക്കുവാണ്, ആ സിംഹത്തലയുടെ മന്ത്രവാദം ചെയ്യുന്നവൻ. അവന്റെ തല തന്നെ ഇപ്പോൾ ആ മോൺസ്റ്ററിന്റെ ഫോമിലായിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഓൾറെഡി ഒരു കമുനാബി മെമ്പർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നതിൽ ആ ഒരു കമുനാബി മെമ്പറിനെ ഇവൻ കടിച്ചെടുത്തിട്ടുമുണ്ട്. ഇപ്പൊ ഇതെല്ലാം കണ്ട് ഇവിടെ ഞെട്ടി നിൽക്കുന്ന ആ കമുനാബി മെമ്പറിന്റെ തൊട്ട് പുറകിലായിട്ട് ആ ഹിഷാക്കുവിലെ പെണ്ണ് വന്നിട്ട് അവളുടെ മന്ത്രവാദം പ്രയോഗിക്കുന്നുണ്ട്. അതായത് അവന് നേരെ ഇങ്ങനെ നൂതുമ്പോഴത്തേക്ക് അവനങ്ങ് ഫ്രീസ് ആയി പോകുന്നുണ്ട്. അവൾ എന്നിട്ടിപ്പോൾ പറയുന്നുണ്ട്, ഈ കമുനാബി മെമ്പേഴ്സ് ഭയങ്കര ടഫാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ അവര് ഭയങ്കര ക്യൂട്ടാണല്ലോ. ആ വാമൂടി വെച്ചിരിക്കുന്ന മന്ത്രവാദി പറയുന്നുണ്ട്, അത് നിങ്ങൾ രണ്ടും നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തോന്നുന്നതാണെന്ന്. ഓ, നിന്റെ വായി നീ ഡയലോഗ് കേൾക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാ പെണ്ണിപ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഫ്രീസായി നിൽക്കുന്ന കമുനാബി മന്ത്രവാദിയെ ആ സിംഹത്തലയം വന്ന് കടിച്ചു തിന്നുന്നുണ്ട്. ബിങ്കോ, അയാളെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് അവളിപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ ആ സിംഹത്തലയന്റെ പേരാണ് ബിങ്കോ. ഇപ്പോൾ ബിങ്കോയുടെ മുഖം തിരിച്ച് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഉറാൻ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ എങ്കിലും എനിക്കിങ്ങനെ മനുഷ്യരെ അകത്താക്കിയേ പറ്റൂ, എന്നാലേ എനിക്ക് എൻ്റെ പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റൂ. സോ ഇപ്പോൾ ആ പെണ്ണിന്റെ പേരാണ് ഉറാൻ. അവളിപ്പോൾ പറയുന്നുണ്ട്, പക്ഷെ നീ ഇതിപ്പോൾ ഇന്ന് കുറേ എണ്ണത്തിനെ കഴിച്ചില്ലേ, ഇങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ നിനക്ക് ഉറക്കം വരും. സോ ഇപ്പൊ തന്നെ ബിങ്കോയുടെ കണ്ണിങ്ങനെ ഉറക്കം തൂങ്ങിയാണ് ഇരിക്കുന്നത്. അവനിപ്പോൾ പറയുന്നുണ്ട്, ഇവന്മാര് വീക്കാണെന്ന് വെച്ച് ഇവിടെ വേറെ സ്ട്രോങ് ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ. സോ അവർ വരുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനിന്ന് കുറേ എണ്ണത്തിനെ കഴിച്ചത്. ഇത് പറയുമ്പോൾ തന്നെ ഒരു കമുനാബി മന്ത്രവാദി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടിട്ട് ഇപ്പോൾ ബിങ്കോ പറയുന്നുണ്ട്, ദേ പറഞ്ഞു തീർന്നില്ല, ആൾക്കാരിങ്ങ് വന്നല്ലോ, ഇനി കിടിലം ഫൈറ്റ് നടക്കും. ഇത് പറയുമ്പോൾ ഇപ്പോൾ അവൻ കോട്ടുവായി ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഉറാനാണേലും പറയുന്നുണ്ട്, ഇപ്പോഴേ നീ ഉറക്കം തൂങ്ങി തുടങ്ങിയെന്ന്. ഇപ്പോൾ ആ വന്നതിൽ ഒരു കമുനാബി മന്ത്രവാദി പറയുന്നുണ്ട്, നിന്റെയൊക്കെ കളി ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണെന്ന്.
ഇപ്പോൾ അവൻ്റെ ബാക്കിലൂടെ വേറെ 2 മന്ത്രവാദികളൂടെ വരുന്നു. അതിലെ മെയിൻ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഹിഷാക്കു, അപ്പോൾ നിങ്ങളെപ്പറ്റി കേട്ട കഥകളൊക്കെ ശരി തന്നെ, നിങ്ങൾ നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണല്ലോ. എന്നിട്ട് ഇങ്ങേര് ഇയാളുടെ സബോർഡിനേറ്റ്സിനോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോവാം, എന്നിട്ട് ഇവരെ കുറച്ച് സെക്കൻഡേക്ക് ബിസിയാക്കി നിർത്താം, ഞാൻ സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ കയറി തകർത്തോ. ഇപ്പോൾ ആ മുന്നിൽ നിൽക്കുന്നവനാണേലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരിക്കുന്ന ചീപ്പ് ഇങ്ങേർക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങേരിപ്പോൾ മുടി ചീകിയിട്ട് ആ കയ്യിലിരിക്കുന്ന ചീപ്പ് തിരിച്ച് മറ്റവൻ എറിഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അപ്പോൾ തുടങ്ങിയാലോ. കിരി ഹാക്കുരി ഇപ്പോൾ ഷിനുച്ചിയുള്ളിടത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ അസാമിയെ മറ്റേ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദിയും കാണുന്നു. ആ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി അസാമിയുടെ തോളത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കിരി ഇപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്താണ് വന്നത്, ഞങ്ങളെ ഷിനുച്ചിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഇവർ 4 പേരും ഒരു ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. ഹാക്കുരി ഇപ്പോൾ അസാമിയോട് പറയുന്നുണ്ട്, മിസ്റ്റർ അസാമി, നിങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണുള്ളതെന്നാണല്ലോ പറഞ്ഞത്. അസാമി ഇപ്പോൾ പറയുന്നുണ്ട്, ആ അതെ, ത്രെറ്റ് എലിമിനേഷൻ ഗ്രൗണ്ടിലായിരുന്നടാ, പക്ഷേ ഞങ്ങളിപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു, അവിടെ മൊത്തം വിഷയമായി കിടക്കുക. ആ പിന്നെ സോറി ഹാക്കുരി, നീ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളല്ലോ, അപ്പോൾ തന്നെ ദേ അടുത്ത വള്ളി കേസും വന്നു. നിനക്കെന്തായാലും വലിയ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, അത് സമാധാനം. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉറൂഹ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷമായി എന്ന് അസാമി പറയുന്നുണ്ട്. മറ്റേ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി പറയുന്നുണ്ട്, ഈ ഫൈറ്റിൽ മരിച്ചുപോയ കുഡോയ്ക്കും പിന്നെ മറ്റു മന്ത്രവാദികൾക്കും വേണ്ടി അന്ത്യോപചാരം അർപ്പിക്കണം. എല്ലാം ഇവിടുത്തെ ഈ അന്തരീക്ഷം ഒന്ന് ശാന്തമായിട്ട് വേണം ചെയ്യാൻ. നാളത്തേക്കെല്ലാം ശരിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാം ശരിയാവും സാർ, നമ്മളെല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കും. ഷിനുച്ചി ഞാൻ വെയർഹൗസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, പിന്നെ ഹിഷാക്കു എന്താണ് ചെയ്യുക എന്ന് കാണാമല്ലോ. കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ എന്ന് അസാമി പറയുന്നുണ്ട്. ഇപ്പൊ എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് ഹാക്കുരി ചിന്തിക്കുന്നു. മറ്റേ മന്ത്രവാദി ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെയുള്ള ഹിഷാക്കു മന്ത്രവാദികളെ ഏകദേശം എല്ലാവരെയും വളഞ്ഞു കഴിഞ്ഞു. അവർ എക്സ്പേർട്ട് ഫൈറ്റേഴ്സ് ഒക്കെയാണ്, പക്ഷേ ആകെ അവർ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഇവിടെയുള്ള ടോപ്പ് ഫൈറ്റേഴ്സിന് അവരെ സറൗണ്ട് ചെയ്യാൻ അങ്ങനെ അധിക സമയമൊന്നും വേണ്ട. ഇപ്പം ആ മുഖത്ത് ബാൻഡേഡ് ഇട്ട ഹിഷാക്കു മന്ത്രവാദിയെ മറ്റേ കണ്ണാടി വെച്ച കമുനാബി മന്ത്രവാദിയും വേറൊരുത്തനും കൂടെ വളഞ്ഞു നിൽക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി ഇച്ചിക്കി പുള്ളിക്കാരൻ തുടർന്ന് പറയുന്നുണ്ട്, പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിഷാക്കുവിനും ഈ കാര്യം അറിയാവുന്നതായിരിക്കും. അതായത് അവരിങ്ങനെ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. എന്നിട്ടും അവരതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ഉദാഹരണത്തിന് ഷിനുച്ചി അവർ റാക്കുസായിച്ചിൽ ലേലത്തിന് വെച്ചില്ലേ, അതെന്തോ കമുനാബിയുടെ കയ്യിലേക്ക് തന്നെ ഷിനുച്ചി എത്തണമെന്ന് അവർ പ്ലാൻ ചെയ്തതുപോലെ ഉണ്ടായിരുന്നു. അതായത് ദൂരെ മാറി നിന്ന് ഷിനുച്ചി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് അതിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടാണ് അവരത് നമുക്ക് കൈമാറിയതെങ്കിലോ. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഒത്ത നടുക്കൊരു ബോംബ് കയറ്റി വെക്കുന്നത് പോലെയല്ലേ അത്. അതുകൊണ്ട് തന്നെ ഷിനുച്ചി രണ്ടാമത് സീൽ ചെയ്ത സമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ വിശദമായിട്ട് ചെക്ക് ചെയ്തിരുന്നു, കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഹാക്കുരി ചോദിക്കുന്നു. അതിൽ പ്രശ്നമൊന്നും കണ്ടില്ല, അതാണ് എൻ്റെ ടെൻഷൻ എന്ന് ഇച്ചിക്ക് പറയുന്നുണ്ട്. അതായത് ഏത് രീതിക്കാണ് ഇനി പണി വരിക എന്ന് യാതൊരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ ഇവരെ ഷിനുച്ചിയുള്ള ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഹാക്കുരി ഷിനുച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ കണ്ണിൻ്റെ അവിടെ ഇപ്പോൾ ആ സ്റ്റോർ ഹൗസ് മാസ്കും തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഹാക്കുരി സ്റ്റോർ ഹൗസ് എബിലിറ്റിയെ പറ്റി പറഞ്ഞു കൊടുത്ത കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇച്ചിക്ക് പുള്ളിയുടെ ഒരു അനാലിസിസ് പറയുന്നുണ്ട്. അതായത് ഒരു ഐറ്റം സ്റ്റോർ ഹൗസിലേക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം അതിലേക്ക് നമ്മളുടെ സ്പിരിറ്റ് എനർജി ചാനൽ ചെയ്ത് കൊടുക്കണം. ഷിനുച്ചിയുടെ മേലുള്ള സീല് ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ അത് റാക്കുസായിച്ചിയിൽ ലേലത്തിന് വെച്ചത്. സോ അതിന്റെ സീല് ബ്രേക്ക് ആയതിനു ശേഷം സ്റ്റോർ ഹൗസിലേക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യോര സസനാമി അങ്ങേരുടെ സ്പിരിറ്റ് എനർജി അതിലേക്ക് ചാനൽ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ക്യോരയ്ക്ക് ഷിനുച്ചി ഉപയോഗിക്കാൻ കഴിഞ്ഞത് ആ ലാസ്റ്റ് മൊമെന്റിലാണ്. അതായത് റാക്കുസായിച്ചി പ്രൊട്ടക്ട് ചെയ്യാൻ ഇനി വേറെ ഒരു വഴിയില്ല എന്ന് പുള്ളിക്ക് തോന്നിയ ആ ഒരു മൊമെന്റിൽ. സോ ഷിനുച്ചി ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ളിലേക്ക് ചുമ്മാ സ്പിരിറ്റ് എനർജി ചാനൽ ചെയ്താൽ മാത്രം പോരാ, സ്ട്രോങ് ആയിട്ടൊരു ഡിസയർ, ഒരു ആഗ്രഹം കൂടി വേണം. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ മുൻപേ അയാളുടെ സ്പിരിറ്റ് എനർജി ഷിനുച്ചിയിൽ കോട്ട് ചെയ്ത ശേഷം ഷിനുച്ചി ഈ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൈമാറി എന്ന് വെക്കുക. ശേഷം അയാൾക്ക് എപ്പോഴാണോ ഷിനുച്ചി ഉപയോഗിക്കാനായിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം വരുന്നത്, അപ്പോൾ എവിടെ നിന്നുകൊണ്ടും അയാൾക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന ഷിനുച്ചിയുടെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ലേ. ഇതാണ് ഇച്ചിക്കിയുടെ നിഗമനം. പക്ഷെ പുള്ളി പറയുന്നുണ്ട് ഇതൊരു വലിയ റിസ്ക് ആണ്. ക്യോര സസനാമിക്ക് റാക്കുസായിച്ചിയിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തേക്ക് മാത്രമേ യൂസറിന് ഷിനുച്ചിയുടെ പവേഴ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. അതിനുള്ളിൽ യൂസറിന്റെ മൈൻഡ് സോട്ട് മാസ്റ്റർ കൺട്രോൾ ചെയ്യും, പിന്നെ ആകെ കട്ടപ്പുക. അതുകൊണ്ട് ഹിഷാക്കു അങ്ങനെ ഒരു പ്ലാനിന് മുതിരുമോ എന്ന് ഇച്ചിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്.
എന്നിരുന്നാലും ഈ ഷിനുച്ചി രണ്ടാമത് സീൽ ചെയ്ത സമയത്ത് അതിൽ വേറെ ആരുടെയെങ്കിലും സ്പിരിറ്റ് എനർജിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ഇവർ ശരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രസൻസ് ഇവർക്ക് കണ്ടെത്താനും പറ്റിയില്ല. സോ അത്ര ശ്രദ്ധയോടെയാണ് ഇവർ ഷിനുച്ചി രണ്ടാമത് സീൽ ചെയ്തത്. ആദ്യത്തെ തവണ സീൽ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ, കാസൻ, പിന്നെ യാറ്റ്സുരു, ഞങ്ങൾ 3 പേര് കൂടിയാണ് അത് ചെയ്തതെന്ന് ഇച്ചിക്കി ഇപ്പോൾ പറയുന്നു. റാക്കുസായിച്ചി കഴിഞ്ഞിട്ട് ഹിയുക്കിയും ടാഫുക്കും സോഡ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം പിന്നെ ഞങ്ങൾ 3 പേരും മാത്രമേ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളൂ എന്നും ഇച്ചിക്കി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ യാറ്റ്സുരുവും കാസനും ആരാണെന്ന് നമ്മുടെ അസാമി ഹാക്കുരിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാസനാണ് കമുനാബിയുടെ ലീഡർ. അതേപോലെ തന്നെ യാറ്റ്സുരുവും പിന്നെ ഇച്ചിക്കിയും പുള്ളിയുടെ അസിസ്റ്റന്റുമാരാണ്. കമുനാബിയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മന്ത്രവാദികളാണ് ഇവർ. പക്ഷെ മിസ്റ്റർ അസാമി, നിങ്ങളാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമുനാബി മെമ്പർ എന്നാണല്ലോ മിസ്റ്റർ കുഡോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓ അതോ, ഒരു ഫൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവരെക്കാൾ കുറച്ച് പവർഫുൾ ആണെന്നായിരിക്കും കുഡോ ഉദ്ദേശിച്ചത്. ഫിസിക്കലി ഞാൻ ഫിറ്റാണ്, ഇവരെക്കാളും ചെറുപ്പമാണ്. പക്ഷെ മന്ത്രവിദ്യ പ്രയോഗിക്കുന്ന കാര്യത്തിൽ ഇവരെന്നേക്കാൾ ഒരുപാട് മുകളിലാണ്. ബാരിയർ ടെക്നിക്കുകൾ, സീലിംഗ് സ്പെല്ല്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ കാര്യങ്ങളിൽ ഇവർ പുലികളാണ്. ഓ, അങ്ങനെ ഒരുപാട് മന്ത്രവിദ്യകൾ പഠിച്ചിട്ടുള്ള ആൾക്കാരെ പറ്റിയും മിസ്റ്റർ കുഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസുമി ടീം ആ ലെവൽ 2 ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം മനഃപ്പാടമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അസാമി ഇപ്പോൾ പറയുന്നുണ്ട്, എടാ മോനെ, ഇവർ 3 പേരും അതിനേക്കാൾ 2 ഇരട്ടി പുസ്തകങ്ങൾ മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് കുറച്ച് കൂടുതലല്ലേ അസാമി എന്നിപ്പോൾ ഇച്ചിക്കിയും ചോദിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കാത്ത രീതിയിൽ ഹാക്കുരിയും കിരിയും നിപ്പുണ്ട്. ഇച്ചിക്കി വീണ്ടും പറയുന്നുണ്ട്, ഹിഷാക്കു ഒന്നും മുന്നിൽ കാണാതെ ഇങ്ങനെ ചാടിക്കേറി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തുറുപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഞങ്ങൾ ഷിനുച്ചി സീല് ചെയ്തവരിൽ ആരെങ്കിലും ഒരാൾ ഹിഷാക്കുവിൻ്റെ ആളാണെങ്കിൽ ഷിനുച്ചിയുടെ സീൽ ആൾട്ടർ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അതിനെ വീക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ഹിഷാക്കു ചാരന്മാരുടെ കയ്യിൽ ഷിനുച്ചി ഏൽപ്പിച്ചു വിടാൻ പറ്റും. ഏയ്, അങ്ങനൊന്നും വരാൻ വഴിയില്ല. എനിക്ക് അവരെ 2 പേരെ എത്ര വർഷങ്ങളായിട്ട് അറിയാം. ഇതെല്ലാം എൻ്റെ വെറും ഊഹങ്ങൾ മാത്രമാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ആ ഷിനുച്ചി സീലിംഗ് റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് ഇവർ ലിഫ്റ്റ് കയറി വന്നിരിക്കുകയാണ്. ഗ്ലാസ് ഡോറിലൂടെ ഇപ്പോൾ അവിടെ താഴെ ഇരിക്കുന്ന ഷിനുച്ചി നോക്കിക്കൊണ്ട് കാസൻ അവിടെ മുകളിൽ നിൽപ്പുണ്ട്. പുള്ളി ഇപ്പോൾ ഇങ്ങനെ സൈഡ് തിരിഞ്ഞ് ഇവരെ ഒന്ന് നോക്കുന്നു. ഹാക്കുരിയുടെ കണ്ണിൽ ഇപ്പോൾ ആ സ്റ്റോർ ഹൗസിൻ്റെ സിമ്പൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ മുകളിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. സീലിന് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, നോർമാലിറ്റീസ് ഒന്നുമില്ല. ഇച്ചിക്കാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സമാധാനം വരുന്നുണ്ട്. ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറിയതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ട്. കാസൻ ഇപ്പോൾ പറയുന്നുണ്ട്, ഹാക്കുരി സസനാമി, അങ്ങനെ ശത്രുക്കളുടെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നീ ഒടുവിൽ ഇവിടെ എത്തിച്ചേർന്നു, കൊള്ളാം. ഇച്ചിക്കിയും പറയുന്നുണ്ട്, അതെ, ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഇവൻ ഷിനുച്ചി സ്റ്റോർ ഹൗസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ആർക്കും അത് അവിടുന്ന് എടുക്കാൻ പറ്റില്ല. ഹിഷാക്കുവിൻ്റെ മുന്നിൽ ഇനി ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ ഷിനുച്ചി നോക്കിക്കൊണ്ട് കാസൻ പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ എന്ന്. ഇച്ചിക്കിയാണേലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് പുള്ളി എന്താ ഇങ്ങനെ പറയുന്നതെന്ന്. ഇപ്പോൾ ഉറുഹേൻ ടീമും ലൈബ്രറിക്കുള്ളിൽ വമ്പം ഫൈറ്റാണ്. നാറ്റ്സുക്കി ഇപ്പോൾ ആ ഇടിമിന്നലിന്റെ മന്ത്രവാദം വെച്ചിട്ട് ഹോക്കുറ്റോയെ തെറിപ്പിക്കുന്നുണ്ട്. തൂണും ഒക്കെ പൊളിച്ച് ഹോക്കുറ്റോ അപ്പുറത്ത് പോയി വീഴുന്നു. അവനിപ്പോൾ ആ ആർമർ വെച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് നാറ്റ്സുക്കിയോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുമുണ്ട്, അപ്പോൾ നമ്മുടെ സോട്ട് ഫൈറ്റിംഗ് ഒക്കെ തീർന്നോ? നീ മന്ത്രവിദ്യ ഉപയോഗിച്ച് എന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചോ? ഉറുഹ ആണെങ്കിലും ഇപ്പോൾ മന്ത്രവിദ്യ ഉപയോഗിക്കുകയാണ്. അതായത് ആ പവർ എൻഹാൻസ് ചെയ്യുന്ന വിദ്യ. അത് വെച്ച് നല്ല എക്സ്ട്രാ പവറിൽ യൂറ ഒരൊറ്റ വെട്ട്. ഇപ്പോൾ യൂറയുടെ കയ്യിലിരിക്കുന്ന കറ്റാനയും മുറിഞ്ഞു പോയി, നല്ല ആഴത്തിലൊരു മുറിവും കിട്ടി. യൂറയും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇവന്മാർ 2 പേരും അവരുടെ മന്ത്രവിദ്യ ഉപയോഗിച്ച് എത്രയും ഫാസ്റ്റായിട്ട് ഞങ്ങളെ തട്ടാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് തട്ടാനാണ് നോക്കുന്നത്. സാമുറ വെച്ചിട്ട് പോയ ആ പാണി ഉറുഹ, അതേപോലെ തന്നെ ക്യോട്ടോയിലെ പ്ലാനും പാളി. സോ ഹോക്കുറ്റോ, ഇനിയും കളിയൊക്കെ മതിയാക്കിക്കോ, നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് യൂറ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാടി വന്ന് തൻ്റെ നേർക്ക് വരുന്ന നാറ്റ്സുക്കിയുടെ ഉറുഹയുടെയും കഴുത്തിന് പിടിച്ച് തറയിൽ കുത്തുന്നുണ്ട്. ഇവന് പെട്ടെന്ന് സ്പീഡ് കൂടിയല്ലോ എന്ന് ഇപ്പം നാറ്റ്സുക്കി ചിന്തിക്കുന്നു. ഇവന്റെ പവറും റോക്കറ്റ് വിട്ട പോലെ കയറിയല്ലോ എന്ന് ഉറുഹ ചിന്തിക്കുന്നു. ഇനി ഷിനുച്ചി സീലിംഗ് റൂമാണ് കാണിക്കുന്നത്. അവിടെ ഷിനുച്ചിയുടെ ഉള്ളിൽ നിന്ന് പതുക്കെ സ്പിരിറ്റ് എനർജിയുടെ ട്രേസസ് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ സീലിനൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതെങ്ങനെ എന്ന് ഇച്ചിക്ക് ചിന്തിക്കുന്നുണ്ട്. സോ സീല് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൽ ആരുടെയോ സ്പിരിറ്റ് എനർജി ചാനൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എങ്ങനെയാണ്? ഓ കോപ്പ്, ഞങ്ങൾ 3 പേരിൽ ഒരാൾക്ക് സീലിംഗിന്റെ സമയത്ത് ഈ സത്യം അറിയാമായിരുന്നു. ആ സ്പിരിറ്റ് എനർജിയുടെ പ്രസൻസ് കവർ ചെയ്ത് വെക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനിപ്പോൾ കാസനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സോ റാക്കുസായിച്ചിയിലേക്ക് ഷിനുച്ചി സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് യൂറ അവന്റെ സ്പിരിറ്റ് എനർജി വെച്ച് അത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാക്കുസായിച്ചിയിലേക്ക് ഇതവർ കൈമാറിയതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിനുച്ചി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നിവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഷിനുച്ചിയുടെ കമാൻഡ് സിസ്റ്റം മനസ്സിലാക്കാനായിട്ട് ക്യോരയെ ഒരു ഗിനിപ്പന്നിയെ പോലെ ഉപയോഗിച്ചു.
ഇപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറിന് അസാമാന്യമായിട്ടുള്ള മെൻ്റൽ സ്ട്രെങ്ത് വേണം, എങ്കിലേ അയാൾക്ക് സ്വന്തം മൈൻഡ് കൺട്രോളിൽ പിടിച്ചിട്ട് കുറച്ച് നേരമെങ്കിലും ക്ഷണിച്ചു വെച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. ആത്മഹത്യാപരമായിട്ടുള്ള ഒരു പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് തെറ്റില്ല എന്ന് അന്ന് റാക്കുസായിച്ചിയുടെ ദിവസം ക്യോരാ സസനാമി തെളിയിച്ചു. ഇപ്പോൾ ഷിനുച്ചിയിൽ നിന്ന് ആ സ്പിരിറ്റ് എനർജിയുടെ ട്രൈസസ് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ തടവറയ്ക്കുള്ളിൽ കിടക്കുന്ന സോട്ട് മാസ്റ്റർ ഇങ്ങനെ എഴുന്നേറ്റിട്ട് മഗാഡ്സുമി എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉറുഹയുടെ മുഖത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്ന യൂറയുടെ ആ കയ്യിൽ നിന്ന് ചെടിയൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ ഇത് മരണക്കളിയാണെന്ന്, ഈ പവർ വെച്ച് ഞങ്ങൾ നിന്നെയൊക്കെ തൂത്തെറിയും. ഇപ്പോൾ യൂറയുടെ ചുറ്റും ഷിനിച്ചിയുടെ ആ സെന്റിപ്പീഡ് എന്ന് പറയുന്ന അറ്റാക്കിന്റെ ഐറ്റംസ് കാണാം. അതേപോലെ തന്നെ അവന്റെ കണ്ണും ആകെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ക്യോട്ടോ ബ്ലഡ് ഷെഡ് ഹോട്ടൽ, അതായത് സാമുറൈൻ ചിഹിരോയും ഒക്കെ ഉണ്ടായിരുന്ന ലൊക്കേഷൻ, അവിടുന്ന് ആ തൂവലുകൾ ഇങ്ങനെ അകന്നു പോകുന്നത് കാണിക്കുന്നുണ്ട്. സോ അവർ അവിടുന്ന് ഇങ്ങനെ ടോക്കിയോയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സുമായിട്ട് ഉടൻ തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.